ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 6th ചാപ്റ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന പാഠഭാഗത്തിലെ 87 തുടങ്ങി 94 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. ഇൻ ദിസ് വീഡിയോ വി വിൽ സീ വാട്ട് ആർ റിസോഴ്സസ്, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ് ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ ആൻഡ് ദെയർ റിന്യൂവബിൾ പൊട്ടൻഷ്യൽ, അബൌട്ട് മിനറൽസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഓരോന്നും ക്വസ്റ്റൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റൻ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ കോൾഡ് റിസോഴ്സസ്? വിഭവങ്ങൾ എന്ന് വിളിക്കുന്നത് എന്താണ്? ആൻസർ, എനിത്തിങ് ദാറ്റ് ഈസ് എൻവയോൺമെൻ്റലി അവൈലബിൾ, ടെക്നോളജിക്കലി ആക്സസിബിൾ, കൾച്ചറലി അക്സെപ്റ്റബിൾ ആൻഡ് കേപ്പബിൾ ഓഫ് മീറ്റിംഗ് അവർ നീഡ്സ് ആർ കോൾഡ് റിസോഴ്സസ്. പരിസ്ഥിതിക്ക് ലഭ്യമായതും സാങ്കേതികമായി പ്രാപ്യമായതും സാംസ്കാരികമായി സ്വീകാര്യവും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളതുമായ എന്തും വിഭവങ്ങളെന്ന് വിളിക്കപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ഗീവ് എക്സാമ്പിൾസ് ഫോർ മെറ്റീരിയൽ തിങ്സ് ആൻഡ് നോൺ മെറ്റീരിയൽ തിങ്സ്. ഭൗതിക വസ്തുക്കൾക്കും അഭൗതിക വസ്തുക്കൾക്കും ഉദാഹരണങ്ങൾ നൽകുക എന്നതാണ് ചോദ്യം. ഫസ്റ്റ്, മെറ്റീരിയൽ തിങ്സ്, അത് ഭൗതിക വസ്തുക്കൾ എന്നറിയപ്പെടുന്നു. എക്സാമ്പിൾ, വാട്ടർ, എയർ ആൻഡ് സോയിൽ, വെള്ളം, വായു, മണ്ണ്. നെക്സ്റ്റ് വൺ, നോൺ മെറ്റീരിയൽ തിങ്സ്, അഭൗതിക വസ്തുക്കൾ. അതിൽ വരുന്നത് നോളേജ് ആൻഡ് ഹെൽത്ത്, അറിവും ആരോഗ്യവും. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് കോൾഡ് ഹ്യൂമൻ റിസോഴ്സ്? മാനവ വിഭവം എന്ന് വിളിക്കുന്നത് എന്താണ്? ആൻസർ, ഹ്യൂമൻ സ്കിൽസ് വിച്ച് ആർ യൂസ്ഡ് ആസ് റിസോഴ്സസ് ഈസ് കോൾഡ് ഹ്യൂമൻ റിസോഴ്സ്. അതായത് വിഭവങ്ങളായി ഉപയോഗിക്കുന്ന മനുഷ്യ കഴിവുകളെയാണ് മാനവ വിഭവം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ ഹ്യൂമൻസ് കൺസിഡേർഡ് ആസ് റിസോഴ്സസ്? എന്തുകൊണ്ടാണ് മനുഷ്യരെ വിഭവങ്ങളായി കണക്കാക്കുന്നത്? ആൻസർ, ഹ്യൂമൻസ് ആർ കൺസിഡേർഡ് റിസോഴ്സസ് ആസ് ദേ ക്യാൻ ക്രിയേറ്റ് മെനി റിസോഴ്സസ് യൂസിങ് ദെയർ എബിലിറ്റീസ്, സ്കിൽസ് ആൻഡ് ടെക്നോളജി. മനുഷ്യർ തൻ്റെ കഴിവ്, നൈപുണ്യം, സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാലാണ് മനുഷ്യരെയും വിഭവമായി പരിഗണിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ് ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ. ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളുടെ വർഗീകരണം എങ്ങനെയാണെന്ന് നിർവചിക്കുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ, നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതി വിഭവങ്ങൾ. റിസോഴ്സസ് ഒബ്റ്റെയിൻഡ് ഫ്രം നേച്ചർ, പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വിഭവങ്ങളെയാണ് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എയർ, മിനറൽസ്, ഉദാഹരണം വായു, ധാതുക്കൾ. നെക്സ്റ്റ് വൺ, മാൻമെയ്ഡ് റിസോഴ്സസ്, അതായത് മനുഷ്യനിർമ്മിത വിഭവങ്ങൾ. റിസോഴ്സസ് മെയ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങളാണ് മാൻമെയ്ഡ് റിസോഴ്സസ്. എക്സാമ്പിൾ, റോഡ്, മെഷീനറി. നെക്സ്റ്റ് വൺ, വൈ കാണ്ട് ഓൾ റിസോഴ്സസ് ബി യൂസ്ഡ് ദ സെയിം വേ? ഇത് പേജ് നമ്പർ 89 ഒരു ഫ്ലോ ചാർട്ടിന് തൊട്ട് താഴെയായിട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് എല്ലാ വിഭവങ്ങളും ഒരേ പരിഗണനയോടെ ഉപയോഗിക്കാൻ സാധിക്കാത്തത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. നോട്ട് അവൈലബിൾ എവരിവെയർ, എല്ലായിടത്തും ലഭ്യമല്ല. റൺസ് ഔട്ട് വിത്ത് യൂസ്, ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നു. സം ആർ ഹാം ടു നേച്ചർ, ചിലത് പ്രകൃതിക്ക് ഹാനികരമാണ്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ് ബേസ്ഡ് ഓൺ ദെയർ റിന്യൂവബിൾ പൊട്ടൻഷ്യൽ. പുനരുപയോഗിക്കാവുന്ന ശേഷിയെ അടിസ്ഥാനമാക്കി വിഭവങ്ങളുടെ വർഗീകരണം എങ്ങനെയാണെന്ന് നിർവചിക്കുക എന്നതാണ് ചോദ്യം. ആൻസർ, റിന്യൂവബിൾ റിസോഴ്സസ്, റിസോഴ്സസ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് ആഫ്റ്റർ യൂസ് ആൻഡ് ക്യാൻ ബി റീയൂസ്ഡ് ആർ റിന്യൂവബിൾ റിസോഴ്സസ്. എക്സാമ്പിൾ, സൺലൈറ്റ്, വിൻഡ് ആൻഡ് വേവ്സ്. ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് വൺ, നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഹാവ് ബീൻ ഫോംഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആൻഡ് ദേ ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി വിത്ത് യൂസ്. എക്സാമ്പിൾ, അയൺ, ഗോൾഡ്, കോൾ ആൻഡ് പെട്രോളിയം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. എക്സാമ്പിൾ, ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ ഫസ്റ്റ് എയർപോർട്ട് ഇൻ ദ വേൾഡ് ടു റൺ എൻറ്റയർലി ഓൺ സോളാർ എനർജി? പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? ആൻസർ, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ കോൾഡ് മിനറൽസ്? ധാതുക്കൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ, മിനറൽസ് ആർ നാച്ചുറലി ഫോമിംഗ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റാൻസസ് വിത്ത് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് പെട്രോളിയം, അയൺ ഓർ ആൻഡ് ബോക്സൈറ്റ്. പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. എക്സാമ്പിൾ, പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് കോൾഡ് ഓർ? അയിര് എന്നാൽ എന്താണ്? ആൻസർ,
Minerals which will be mixed with impurities are mined from the earth in raw form. This is called ore. ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇതിനെ അയിര് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മൈനിങ്? എന്താണ് ഖനനം? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് എക്സ്ട്രാക്ടിങ് വാല്യുബിൾ മെറ്റീരിയൽസ് ഫ്രം ദ എർത്ത് സർഫേസ് ഓർ അണ്ടർഗ്രൗണ്ട്. അതായത് ഭൗമോപരിതലത്തിൽ നിന്നോ ഭൗമാന്തർ ഭാഗത്തു നിന്നോ മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണിത്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മിനറൽസ് ബേസ്ഡ് ഓൺ ദെയർ കമ്പോസിഷൻ ആൻഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ധാതുക്കളുടെ വർഗീകരണം അവയുടെ ഘടനയെയും ഭൗതിക സവിശേഷതകളെയും അടിസ്ഥാനമാക്കി നിർവചിക്കുക എന്നതാണ് ചോദ്യം. ആൻസർ, മെറ്റാലിക് മിനറൽസ്, ലോഹധാതുക്കൾ. മെറ്റാലിക് മിനറൽസ് കണ്ടെയ്നിങ് അയൺ, മെറ്റാലിക് മിനറൽസ് നോട്ട് കണ്ടെയ്നിങ് അയൺ. ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കൾ, ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾ എന്നിങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ, നോൺ മെറ്റാലിക് മിനറൽസ്, അലോഹധാതുക്കൾ. ഓർഗാനിക് മിനറൽസ്, ഇൻഓർഗാനിക് മിനറൽസ്, ജൈവ ധാതുക്കൾ, അജൈവ ധാതുക്കൾ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ കോൾഡ് മെറ്റാലിക് മിനറൽസ്? ലോഹധാതുക്കൾ എന്ന് വിളിക്കപ്പെടുന്നത് എന്താണ്? മെറ്റാലിക് മിനറൽസ് ആർ നാച്ചുറലി ഒക്കറിംഗ് സബ്സ്റ്റാൻസസ് ഇൻ നേച്ചർ ദാറ്റ് കണ്ടെയ്ൻസ് ട്രേസസ് ഓഫ് മെറ്റൽ. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശം അടങ്ങിയ പദാർത്ഥങ്ങളാണ് ലോഹധാതുക്കൾ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ കോൾഡ് ഫെറസ് മെറ്റൽസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്? ഫെറസ് ലോഹങ്ങൾ, നോൺ ഫെറസ് ലോഹങ്ങൾ എന്ന് വിളിക്കുന്നത് എന്താണ്? ഫെറസ് മെറ്റൽസ് ആർ ഡിഫൈൻഡ് ആസ് മെറ്റാലിക് മിനറൽസ് ഓർ അലോയ്സ് ദാറ്റ് കണ്ടെയ്ൻ അയൺ. ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളെയാണ് ഫെറസ് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഇനി നോൺ ഫെറസ് മെറ്റൽസ്, ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങൾ, ദാറ്റ് ആർ മെറ്റാലിക് മിനറൽസ് ഓർ അലോയ്സ് ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ അയൺ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്? അതായത് ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളെയും ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹങ്ങളുടെയും സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ, ഫെറസ് മെറ്റൽസ് നോക്കാം. അപ്പിയർ ഗ്രേ, മാഗ്നറ്റിക് ഇൻ നേച്ചർ, ഹെവി, അതായത് ചാരനിറത്തിൽ കാണപ്പെടുന്നു, കാന്തിക സ്വഭാവമുള്ളവയാണ്, ഭാരം കൂടുതലാണ്. ഇനി നോൺ ഫെറസ് മെറ്റൽസ്, അപ്പിയർ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, നോൺ മാഗ്നറ്റിക്, റിലേറ്റീവ്ലി ലൈറ്റ് വെയ്റ്റ്, അതായത് വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു, കാന്തിക സ്വഭാവം ഇല്ലാത്തവയാണ്, താരതമ്യേന ഭാരം കുറവാണ്. നെക്സ്റ്റ് വൺ, നെയിം ദ 4 ടൈപ്സ് ഓഫ് അയൺ ഓർ ബേസ്ഡ് ഓൺ അയൺ കണ്ടൻറ്റ്. അതായത് ഇരുമ്പിൻ്റെ അംശത്തെ അടിസ്ഥാനമാക്കി 4 തരം ഇരുമ്പയിരുകളുടെ പേര് നൽകുക എന്നാണ് ചോദ്യം. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമണൈറ്റ് ആൻഡ് സിഡറൈറ്റ്. നെക്സ്റ്റ് വൺ, നെയിം ദ അയൺ ഓർ വിച്ച് ഈസ് കോൾഡ് ബ്ലാക്ക് ഓർ. അതായത് കറുത്ത അയിര് എന്നറിയപ്പെടുന്ന ഇരുമ്പയിര് ഏതാണ്? ആൻസർ, മാഗ്നറ്റൈറ്റ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ കോൾഡ് നോൺ മെറ്റാലിക് മിനറൽസ്? അലോഹധാതുക്കൾ എന്ന് വിളിക്കപ്പെടുന്നത് എന്താണ്? മിനറൽസ് ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ മെറ്റൽസ് ആർ കോൾഡ് നോൺ മെറ്റാലിക് മിനറൽസ്. അതായത് ലോഹങ്ങൾ അടങ്ങിയിട്ടില്ലാത്ത ധാതുക്കളെയാണ് അലോഹധാതുക്കൾ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഗീവ് എക്സാമ്പിൾസ് ഫോർ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മിനറൽസ്. ജൈവധാതുക്കൾക്കും അജൈവധാതുക്കൾക്കും ഉദാഹരണങ്ങൾ നൽകുക. ആൻസർ, ഓർഗാനിക് മിനറൽസ്, എക്സാമ്പിൾ കോൾ, പെട്രോളിയം. നെക്സ്റ്റ് വൺ, ഇൻഓർഗാനിക് മിനറൽസ്, എക്സാമ്പിൾ ഗ്രാഫൈറ്റ്, ക്ലേ. നെക്സ്റ്റ് വൺ, പേജ് നമ്പർ 90 ഒരു ബോക്സാണ്, ടേബിള് ഫില്ല് ചെയ്യാനായിട്ടുള്ളതാണ്. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ഔട്ട് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഫ്രം ദ എബോവ് ഗീവൺ റിസോഴ്സസ്. അതിൽ റിന്യൂവബിളിൽ വരുന്നത് വാട്ടർ, സോളാർ എനർജി, വിൻഡ്. നോൺ റിന്യൂവബിളിൽ വരുന്നത് മെറ്റൽസ്, കോൾ, പെട്രോളിയം. നെക്സ്റ്റ് വൺ, ഇനി പേജ് നമ്പർ 91 ഒരു ബോക്സാണ്. ഐഡൻറ്റിഫൈ ദ മിനറൽസ് കണ്ടെയ്നിങ് മെറ്റൽ ഫ്രം ദ ലിസ്റ്റ് പ്രൊവൈഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ അയണോറും ബോക്സൈറ്റുമാണ് വരുന്നത്. അയണോറിൽ മെറ്റൽ കണ്ടെയ്ൻ അയൺ, ബോക്സൈറ്റിൽ കണ്ടെയ്ൻസ് ദ മെറ്റൽ അലുമിനിയം. പെട്രോളിയം ഈസ് ആൻ ഓർഗാനിക് മിനറൽ, നോട്ട് എ മെറ്റാലിക് വൺ. നെക്സ്റ്റ് വൺ, പേജ് നമ്പർ 92 ഒരു ടേബിളാണ്. ഐഡൻറ്റിഫൈ ദ യൂസസ് ഓഫ് ദ ഗീവൺ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മെറ്റാലിക് മിനറൽസ് ആൻഡ് യൂസസ് വരുന്നത്, അയൺ വരുന്നത് കൺസ്ട്രക്ഷൻ, ഗോൾഡ്, ഓർണമെൻറ്റ്സ്, മെഡിസിൻസ്, കോപ്പർ, ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ്, യുട്ടൻസിൽസ്. ദെൻ നോൺ മെറ്റാലിക് മിനറൽസ് ആൻഡ് യൂസസിൽ വരുന്നത് ഗ്രാഫൈറ്റ്, പെൻസിൽ മേക്കിംഗ്, പെട്രോൾ, ഫ്യൂവൽ, ക്ലേ, പോട്ടറി മേക്കിംഗ് ആൻഡ് ബ്രിക്സ്. നെക്സ്റ്റ് വൺ, പേജ് നമ്പർ 94 ഒരു ടേബിളാണ്. ലൊക്കേറ്റ് ഇൻ ദ മാപ്പ് ദ മേജർ മിനറൽസ് ആൻഡ് ദ സ്റ്റേറ്റ്സ് വേർ ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. മിനറൽസ്, ഗോൾഡ്,
അതിൽ സ്റ്റേറ്റ്സ് വരുന്നത് മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കേരള, കർണാടക ആൻഡ് ജാർഖണ്ഡ്. ദെൻ നെക്സ്റ്റ് വൺ അയൺ, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഗോവ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ആൻഡ് ഉത്തർപ്രദേശ്. നെക്സ്റ്റ് വൺ കോൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് മധ്യപ്രദേശ്. നെക്സ്റ്റ് വൺ മാംഗനീസ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.